രാജ്യത്ത് ബിജെപി വീണ്ടും അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ പ്രതിപക്ഷത്തിന് പോലും മറ്റൊരു അഭിപ്രായമില്ല എന്ന നിലയിലാണ് ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നടക്കുന്നത്. എല്ലാ സർവേകളിലും വ്യക്തമാകുന്നത് മോദിയുടെ തുടർ ഭരണമാണ്. ഇപ്പോഴിതാ മോദി അധികാരത്തിൽ എത്തുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മറ്റൊരു അഭിപ്രായ സർവേ കൂടി പുറത്തു വന്നിട്ടുണ്ട്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബിജെപി നയിക്കുന്ന NDA മുന്നണിക്ക് ഗംഭീര വിജയമാണെന്നാണ് ഈ അഭിപ്രായ സർവേ ഫലം പറയുന്നത്. മൂന്നാം മോദി സർക്കാർ ആകും തിരഞ്ഞെടുപ്പിന് ശേഷം രാജ്യത്തുണ്ടാകുകയെന്ന അഭിപ്രായ സർവേ ഫലം ഇന്ത്യ ടിവിയാണ് പുറത്തുവിട്ടത്. NDA മുന്നണി 393 സീറ്റ് നേടി രാജ്യത്ത് വീണ്ടും അധികാരത്തിൽ എത്തുമെന്നാണ് ഇന്ത്യ ടിവി CNN-X അഭിപ്രായ സർവേയിലൂടെ പ്രവചനം. ബിജെപിക്ക് മാത്രം 343 സീറ്റ് കിട്ടുമെന്നും സർവേ പ്രവചിച്ചിട്ടുണ്ട്. ഇന്നലെ ന്യൂസ് എക്സ് സർവേയും NDA മുന്നണിയുടെ തുടർ ഭരണം പ്രവചിച്ചിരുന്നു. 383 സീറ്റ് നേടി NDA അധികാരത്തിലേറുമെന്നാണ് ന്യൂസ് എക്സ് സർവേ പ്രവചിച്ചത്. ഇന്ത്യ സഖ്യത്തിന് 100-ൽ താഴെ മാത്രം സീറ്റാകും ലഭിക്കുകയെന്നും പ്രവചനം പറയുന്നുണ്ട്. ഇന്ത്യ ടിവി CNN-X അഭിപ്രായ സർവേ പറയുന്നത് ഇങ്ങനെയാണ്: ബിജെപി നേതൃത്വം നൽകുന്ന NDA 393 സീറ്റുകൾ നേടുമെന്നാണ് ഇന്ത്യ ടിവി CNN-X അഭിപ്രായ സർവേ പറയുന്നത്. ഇന്ത്യ സഖ്യമായി മത്സരിക്കുന്ന പ്രതിപക്ഷ മുന്നണിക്ക് 100-ൽ താഴെ മാത്രം സീറ്റാകും ലഭിക്കുക. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ബീഹാർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ് എന്നിവയുൾപ്പെടെയുള്ള ഹിന്ദി ഹൃദയഭൂമി സംസ്ഥാനങ്ങളിൽ ബിജെപി വീണ്ടും ക്ലീൻ സ്വീപ്പ് ചെയ്യുമെന്നും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നില മെച്ചപ്പെടുത്തുമെന്നുമാണ് സർവേ പറയുന്നത്. മറുവശത്ത് ഇന്ത്യ സഖ്യം ഒറ്റപ്പെട്ട സീറ്റുകളിൽ കടുത്ത പോരാട്ടം നടത്തുമെങ്കിലും പരാജയപ്പെടും എന്നാണ് പ്രവചനം. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബിജെപി വീണ്ടും അധികാരത്തിലെത്തുമെന്ന സൂചന നൽകി ഡെയിലി ഹണ്ട് നടത്തിയ ട്രസ്റ്റ് ഓഫ് ദി നേഷൻ 2024 സർവേ ഫലങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. 11 ഭാഷകളിലായി ഓൺലൈനിലൂടെ നടന്ന സർവേയിൽ 77 ലക്ഷത്തോളം ആളുകളാണ് പങ്കെടുത്തത്. നിലവിലെ സർക്കാരിന്റെ പ്രകടനം, പ്രധാന നേതാവ് എന്നിവയിലെല്ലാം ഊന്നിയായിരുന്നു സർവേ നടന്നത്. സർവേയിൽ പങ്കെടുത്ത 64% ആളുകളും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി തുടരണമെന്നാണ് അഭിപ്രായപ്പെട്ടത്. സർവേയിൽ പങ്കെടുത്ത 21.8% ആളുകൾ രാഹുൽ ഗാന്ധിയെ പിന്തുണച്ചു. 2024 NDA സഖ്യം വീണ്ടും അധികാരത്തിലെത്തുമെന്നാണ് സർവേയിൽ പങ്കെടുത്ത 63% ആളുകളും നിരീക്ഷിച്ചത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നരേന്ദ്രമോദി മികച്ച നേതാവായി സർവേയിൽ ഭാഗമായവർ നിരീക്ഷിച്ചപ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ രാഹുൽ ഗാന്ധിയുമായി വലിയ വ്യത്യാസമുണ്ടാക്കാനായില്ല. തമിഴ്നാട്ടിൽ 44.1% ആളുകൾ രാഹുൽ ഗാന്ധിയെയും 43.2% ആളുകൾ നരേന്ദ്രമോദിയുമാണ് പിന്തുണച്ചത്. കേരളത്തിൽ 40.8% ആളുകളുടെ പിന്തുണ നരേന്ദ്രമോദിക്കും 40.5% പേർ രാഹുൽ ഗാന്ധിയുമാണ് പിന്തുണച്ചത്. സർവേയിൽ ഭാഗമായ 61% ആളുകളും നിലവിലെ ഭരണകൂടത്തിന്റെ പ്രകടനത്തിൽ തൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മോദി സർക്കാരിന്റെ വിദേശകാര്യ നയങ്ങൾക്ക് സർവേയിൽ ഭാഗമായ 64% പേരുടെ പിന്തുണയാണ് ലഭിച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളിൽ 53.8% ആളുകൾ തൃപ്തി രേഖപ്പെടുത്തി. കേരളത്തിലെ 20 മണ്ഡലങ്ങൾ ഉൾപ്പെടെ രാജ്യത്തെ 98 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏപ്രിൽ 26-നാണ് തിരഞ്ഞെടുപ്പ് നടക്കുക. കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. കേരളത്തിൽ ഒറ്റ തവണയായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. രാജ്യത്താകെ 7 ഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഏപ്രിൽ 19-ന് ആദ്യഘട്ടം വോട്ടെടുപ്പ് നടക്കും. രണ്ടാം ഘട്ടത്തിൽ ഏപ്രിൽ 26-ന് കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കും. ഒറ്റഘട്ടമായിട്ടാണ് 20 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കുന്നത്. 7 ഘട്ടവും പൂർത്തിയാക്കിയതിനു ശേഷം ജൂൺ 24-ന് വോട്ടെണ്ണൽ നടക്കും.